ഗജരാജൻ എറണാകുളം ശിവകുമാറിന് ഗജവീരരത്നം പട്ടം നൽകി ആദരിച്ചു. തൃശൂർ പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയാണ് ശിവകുമാറിന് ബഹുമതി കൈമാറിയത്. കേരളത്തിലെ തിടമ്പേറ്റി എഴുന്നള്ളിക്കാവുന്ന എണ്ണം പറഞ്ഞ നാട്ടാനകളിൽ ഏറ്റവും അഴകൊത്ത കരിവീരനും ഏറെ ശാന്തപ്രകൃതനുമാണ് എറണാകുളം ശിവകുമാർ. എറണാകുളത്തപ്പന്റെ വാത്സല്യനിധിയായ ശിവകുമാറാണ് കഴിഞ്ഞ 5 വർഷമായി തൃശൂർ പൂരത്തിന്റെ വിളംബരം നടത്തുന്നത്. നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി വടക്കുന്നാഥ ക്ഷേത്ര തെക്കേ ഗോപുരം നട തുറന്ന് മസ്തകമുയർത്തി ചിഹ്നം വിളിച്ചുകൊണ്ട് തൃശൂർ പൂരത്തിന്റെ വരവറിയിക്കുന്ന ദൃശ്യം പൂരപ്രേമികളുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കും. തൃപ്രയാർ മകീര്യം പുറപ്പാടിനും ആറാട്ടുപുഴ പൂരത്തിന് തൃപ്രയാർ തേവരുടെ തിടമ്പേറ്റുന്നതും എറണാകുളം ശിവകുമാറാണ്. കൂടാതെ തൃശൂർ പൂരത്തിന് ഉപചാരം ചൊല്ലി പിരിയൽ ചടങ്ങിൽ പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റുന്നതും എറണാകുളം ശിവകുമാറാണ്. ഇതാണ് കാനാടിക്കാവ് വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ ശിവകുമാറിനെ ഗജവീരരത്നം ബഹുമതിക്ക് അർഹമാക്കിയത്. ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഗജപൂജയും നടന്നു. സൂര്യകാലടിമന പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി. എറണാകുളം ശിവകുമാറിന് മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ആദ്യ ഉരുളം നൽകിക്കൊണ്ട് ഈ വർഷത്തെ ആനയൂട്ട് ആരംഭിച്ചു. നമ്മൾ രാമായണ മാസാചരണത്തിൻ്റെ എല്ലാ വർഷവും നമ്മൾ നടത്തി വരാറുള്ള ഗജപൂജയും ആനയൂട്ടും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഈ വർഷവും അതിഗംഭീരമായിട്ട് നടന്നു. എറണാകുളം ശിവകുമാറിനെ ഗജരാജപട്ടം കൊടുത്ത് ആദരിച്ചു. ഔഷധക്കൂട്ടടങ്ങിയ ദ്രവ്യങ്ങളും ചോറും കരിമ്പ്, പൈനാപ്പിൾ, മറ്റു പഴവർഗ്ഗങ്ങൾ എന്നിവയുമാണ് ആനയൂട്ട് ദ്രവ്യങ്ങൾ. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി ജനങ്ങളും ഭക്തരും ആനപ്രേമികളും ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തൃശൂർ.